ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ സിനിമാ അഭിനയത്തിലേക്ക് പോകാനുള്ളൊരു അല്ല സിനിമയിലെ അഭിനയം അങ്ങനെയല്ല. എനിക്ക് സിനിമയോട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ തിയേറ്ററിനെ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ കേരളത്തിലെ ഒരു തിയേറ്റർ പ്രവർത്തനം കൊണ്ട് മാത്രം എൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ ഒരു കുടുംബത്തെ പുലർത്തേണ്ട ഉത്തരവാദിത്തത്തിന് പറ്റാതെ വന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊരു മാധ്യമം കൂടി നമുക്ക് അന്വേഷിച്ചെടുക്കേണ്ടതുണ്ട്. നാടകമല്ലാതെ ഒരു നടനായി പോവുകയും പിന്നെ ഒരു നടനിൽ നിന്ന് ഞാൻ സംവിധായകനിലേക്ക് മാറാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു വിഷയത്തിന് അനുസൃതമായി എനിക്ക് നിന്ന് കൊടുക്കാതെ എൻ്റേതായിട്ടൊരു വിഷയം പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഡയറക്ഷനിലേക്ക് പോകേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടെക്നിക്കൽ സൈഡ് പഠിക്കാം, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇമേജ് പഠിപ്പിക്കാൻ എവിടെയാണ് സ്കൂൾ? ഇമേജ് പഠിപ്പിക്കാൻ സ്കൂളില്ല. അത് അനുഭവങ്ങളാണ്, യാത്രകളാണ്. ഓരോ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണങ്ങളുടെ ഓരോ മനുഷ്യരുടെയും ആചാരങ്ങളെയും രീതികളെയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അതാണ്. അങ്ങനെയാണോ KR മോഹനേട്ടനെ പരിചയപ്പെടുന്നത്? ഞാൻ ശ്രീരാമേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ശ്രീരാമേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അതൊരു ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കിന് പോവാണ്. അപ്പോൾ അത് മോഹനേട്ടനൊക്കെ എൻ്റെ പിറകിലുണ്ടായിരുന്നു, എന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 ഡോക്യുമെൻ്ററി മോഹനേട്ടൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ 3 ഡോക്യുമെൻ്ററിയുടെ പിറകിലും ഞാനുണ്ടായിരുന്നു. ഞാൻ സഹസംവിധായകനായിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് അപ്പോൾ പേഴ്സണൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? കഷ്ടപ്പാടുകളുണ്ടായിരുന്നു? അതതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾക്ക് വിവാഹം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. അതാണ് കുട്ടികൾ +2 പഠിക്കാൻ ശാസ്ത്രിക്ക് പഠിക്കുന്നു, മകൻ 9. അവള് സംസ്കൃതമാണ്. ഞാൻ ഒന്നും അവരെ ഇത് ചെയ്യിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അവരെ ഇന്നത് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അത് ഞാൻ വാൻ ഗോഗിനെ വായിച്ച പോലെയാണ്. മനുഷ്യന് ദുര്യോഗ കാലം എന്നത് പക്ഷികൾക്ക് തൂവൽ പൊഴിയുന്ന കാലം പോലെയാണ്. അത്രയും കാലം സഹിച്ചിരുന്നാൽ പുതിയ തൂവലുമായി പുറത്തു വരാം. ഈ നെയ്ത്തുകാരൻ ശേഷം പുലിജന്മത്തിലേക്ക് 4 കൊല്ലം വേണ്ടി വന്നു. 4 കൊല്ലം എന്തായിരുന്നു ശരിക്കും? ആ ഒരു തയ്യാറെടുപ്പായിരുന്നു അതോ? അല്ല, ഞാൻ അതിന് മുൻപേ ആലോചിച്ചിട്ടുള്ളതാണ് സത്യത്തിൽ പുലിജന്മം. അല്ല, ഞാൻ പല പ്രൊഡ്യൂസേഴ്സിനും കഥ പറഞ്ഞാൽ പെട്ടെന്ന് ഫലിപ്പിക്കാൻ പറ്റില്ല. ഇല്ല. എനിക്ക് കഥ പറഞ്ഞ് ഇങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിലാണ് MG വിജയ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഇവിടെ ഓണത്തിന് നാട്ടിലേക്ക് വരികയാണ്. ആൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യണം. ആൾ നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, എന്താണ് എന്താ പരിപാടി, എന്താ വേറെ? ഞാൻ പുലിജന്മം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടവനെ ഓർത്തെടുക്കുന്ന എൻ്റെ ചരിത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുലിജന്മം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ജന്മത്തിലേക്ക് തിരിച്ചു വന്നത്. അതെ, അപ്പോൾ ശരിക്കും ഒരു പുലിജന്മമായിട്ട് തിരിച്ചു വന്നു അല്ലേ? ഇല്ല, തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് കാശുണ്ടാക്കാനല്ല ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആർട്ടിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണ് പ്രിയൻ്റെ? നമ്മുടെ മാത്രം ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് മാത്രം വീടുണ്ടായിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരുപാട് പേരുകളോട് ഓർമ്മിച്ചെടുക്കാനും കണ്ടെത്താനും അന്വേഷിച്ചെടുക്കാനും പറയേണ്ട ഒന്നാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആകാശത്തപ്പുറത്താണ്, നമുക്ക് തൊട്ടെടുക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയല്ല. അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാകുന്നത്. ആ സൗന്ദര്യത്തെ അന്വേഷിച്ചെടുക്കുക, അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുക, ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്നുള്ളത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ വസ്ത്രം ധരിക്കാൻ പണം വേണം, ഭക്ഷണം കഴിക്കാൻ പണം വേണം. ഇത് നമ്മൾ തട്ടിപ്പറിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളെ നമ്മൾ അടിച്ചു മാറ്റരുത്. അത് നമ്മൾ അർഹതപ്പെട്ട അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ നമ്മുടെ ഒരു പങ്ക്, ആ പങ്ക് വാങ്ങിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കോൺസെപ്റ്റ്. ആർട്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ക്രാഫ്റ്റിലേക്കും കൂടിയും പ്രിയം പോയിരുന്നല്ലോ, സ്വർണ്ണപ്പണി. ഇതെങ്ങനെയായിരുന്നു സ്വർണ്ണപ്പണിയുടെ ഒരു ഇഷ്ടം? അല്ല, സ്വർണ്ണപ്പണി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജാതിയുടെ അടിസ്ഥാനത്തിൽ പഠിച്ചതല്ല അത്. അതൊരു ഏറ്റവും സൂക്ഷ്മത ഉള്ളൊരു ഒരു ജോലിയാണെന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പം ഞങ്ങൾ സ്വർണ്ണത്തിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 2 കട്ടകൾ, നിങ്ങൾ പുറത്ത് ധരിക്കുന്ന ഈ ആഭരണത്തിന് 2 കട്ടകൾ അർത്ഥത്തിൽ വിളക്കിയെടുത്ത് ഇല്ലെങ്കിൽ, സൂക്ഷ്മമായി ചെയ്തില്ലെങ്കിൽ അത് വെട്ടി മാറ്റാൻ പറ്റാവുന്ന ഒന്നാവും.
അപ്പോൾ അങ്ങനെ ഉള്ള ഇതിൽ ഏറ്റവും ചെറിയ അർത്ഥത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു ജോലിയാണത്. ഒരു തരത്തിലൊരു ഫിലിം മേക്കിംഗ് ആണല്ലേ? വളരെ അല്ലേ? വളരെ സൂക്ഷ്മത. ആ സൂക്ഷ്മതയ്ക്ക് അങ്ങനെ കൂടി ഒരർത്ഥമുണ്ട്. അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും? ഞാൻ എല്ലാം ഉണ്ടാകും. ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നു? ഞാൻ ചെയ്യും. ആണല്ലേ?